നമസ്കാരം. സുദർശന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം സെർവിക്കൽ സ്പോണ്ടിലോസിസിനെ പറ്റിയാണ്. സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഉള്ളതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾക്ക് നമ്മുടെ സ്പൈനൽ കോഡ് 33 കശേരുക്കൾ അടങ്ങിയിരിക്കുന്നു. അതിൽ 7 കശേരുക്കൾ, ചലിക്കുന്ന 7 കശേരുക്കളാണ് സെർവിക്കലിൽ സ്ഥിതി ചെയ്യുന്നത്. ആ ഓരോ കശേരുക്കളുടെ ഇടയ്ക്കും പൾപ്പോസ പേസ്റ്റ് മസിൽസ് അല്ലെങ്കിൽ ഡിസ്ക്, ഓരോ വെട്ടിബ്രായുടെയും 2 വെട്ടിബ്രായുടെ ഇടയ്ക്ക് ഒരു ഡിസ്ക് വെച്ച് അങ്ങനെ 7 കശേരുക്കളുടെ ഇടയ്ക്ക് ഡിസ്കുണ്ട്. ആ ഡിസ്കിൻ്റെ ബഡ്ജിങ്ങാണ് സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നത്. അത് ഉണ്ടാകാനായിട്ടുള്ള കാരണം പലതാണ്. ഒന്ന്, അമിതമായ ഭാരം ചുമക്കുക, അതിഭയങ്കരമായ വെയിറ്റ് തലയിലിരുന്നിട്ട് സൈഡിലേക്കോ മുന്നിലേക്കോ ചരിയുക, പിന്നെ സ്ഥിരമായി നമ്മൾ IT മേഖലയിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവർ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ കുനിഞ്ഞ് ഇരിക്കുക. അപ്പോൾ വെട്ടിബ്ര എല്ലാം ഫ്രണ്ടിലേക്ക് ചരിയുന്നത് കാരണം സ്ഥിരമായി അങ്ങനെ മാസങ്ങളോളം ചരിഞ്ഞ് ജോലി ചെയ്യുമ്പോൾ അതിലെ കിടക്കുന്ന ആയിരക്കണക്കിന് ഞരമ്പുകൾ, ഓരോ വെട്ടിബ്രയുടെ ഇടയ്ക്കിൽ നിന്ന് ആയിരക്കണക്കിന് ഞരമ്പുകൾ കിടക്കുന്നുണ്ട്. ആ ഞരമ്പുകൾ ഞെരുങ്ങിയിട്ട് അവിടെ പ്രവർത്തനശേഷി കുറഞ്ഞിട്ട് അവിടെ സ്പോണ്ടിലോസിസ് ഉണ്ടാകും. അത് കൂടാതെ തലയിലുണ്ടാകുന്ന നീർവീഴ്ച, നമുക്ക് ചേരുകയില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പറ്റുകയില്ലാത്ത എണ്ണകൾ തലയിൽ വെക്കുമ്പോൾ നീരുണ്ടായിട്ട് ആ നീര് പെടലിലേക്ക് ഇറങ്ങി സ്ഥിരമായി അങ്ങനെ വരുമ്പോൾ പെടലിയിൽ നീർക്കെട്ടുണ്ടായി നമ്മളുടെ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ടാകും. അതുകൂടാതെ സ്ഥിരമായി ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ട് വിയർപ്പ് താന്ന് നീർക്കെട്ടുണ്ടായിട്ടും സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളാൽ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ടാകും. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ളത്, നമ്മൾ സ്ഥിരമായി നമ്മളുടെ സ്പൈനൽ കോഡിനെ നേരെയല്ലാത്ത രീതിയിലുള്ള ചലനം കൊണ്ട് നമ്മളിലെ കൂടുതൽ ഭാരം എടുക്കുന്നത് കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും സ്ഥിരമായിട്ട് സ്പോണ്ടിലോസിസ് ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ഈ സ്പോണ്ടിലോസിസ് ഉണ്ടായാൽ അതിലെ കിടക്കുന്ന ഇഡ പിംഗിള എന്ന് പറയുന്ന ഞരമ്പുകളെ അത് അടയ്ക്കും. അങ്ങനെ ഞരമ്പുകളെ അടയ്ക്കുമ്പോൾ ആ വേദന കയ്യിലേക്ക് വരികയും കയ്യിലെ പ്രവർത്തനശേഷി കുറയുകയും കയ്യിൽ മരപ്പ് അനുഭവപ്പെടുകയും അതുപോലെ തന്നെ അത് തലച്ചോറിലേക്ക് പോകുന്ന വെയിനെ അടച്ചിട്ട് നമുക്ക് ബാലൻസ് തെറ്റൽ, തലവേദന, തലകറക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ ഇതിനൊരു പരിഹാരമെന്ന് പറഞ്ഞാൽ, ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസിൻ്റെ പരിഹാരമെന്ന് പറഞ്ഞാൽ, ആദ്യമേ തന്നെ നമ്മുടെ നട്ടെല്ലിന് ഞാൻ പറഞ്ഞ് 33 കശേരുക്കളുണ്ട്. അത് ചലിക്കുന്ന 7 കശേരുക്കളാണ് പെടലിൽ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ചലനം ശേഷി സൈഡിലോട്ടും മുൻപോട്ടും തിരിക്കാനുമൊക്കെ ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ വരുമ്പോൾ രോഗബാധിതനാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള പ്രതിവിധി ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം ആ സെർവിക്കൽ സ്പോണ്ടിലോസിസ് നമ്മുടെ കയ്യിലേക്ക് രക്തപ്രവാഹം കുറയ്ക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചെസ്റ്റിലേക്കും നമ്മുടെ പുറത്തേക്കും രക്തപ്രവാഹം കുറയ്ക്കുകയും അവിടുത്തെ മസിൽസുകൾ ശോഷിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തനശേഷി കുറയുമ്പോൾ ഡിസ്ക്, അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ 2 വെട്ടിബ്രായുടെ ഇടയ്ക്കുള്ള ഡിസ്ക് ശോഷിച്ചിട്ട് അവിടെ വെട്ടിബ്രാതങ്ങൾ ഞെരുങ്ങി ഞരമ്പുകൾ അമർന്ന് രക്തഓട്ടം തടയാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഇതിന് ഫലപ്രദമായ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഗുരുക്കന്മാർ അഗസ്ത്യരുടെ ചികിത്സാവിധിയും എൻ്റെ 21 പരം ഗുരുക്കന്മാരുടെ നിന്നുള്ള അറിവും ഉപയോഗിച്ച് ഞാൻ ഉപയോഗിക്കുന്ന പ്രത്യേക രീതിയിലുള്ള ലേപനങ്ങളും മരുന്നുകളും നാഡീസൂത്രക്രിയകളും ഈ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുകയും ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന ഈ രോഗം പൂർണ്ണമായി മാറ്റാൻ സാധിക്കുന്നതുമാണ്. എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നു. ഈ രോഗവുമായി ബുദ്ധിമുട്ടുന്നവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക. അതുകൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.